ബേസിക്കലി ഞാനൊരു മന്തി ഫാനല്ല കേട്ടോ. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കണ മയോണൈസാണ്. ഞാൻ ആദ്യമായിട്ട് മയോണൈസ് ഇല്ലാത്ത മന്തി കഴിച്ചത് UAE പോയപ്പോഴായിരുന്നു കേട്ടോ. അവിടെ മയോണൈസിൻ്റെ ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ മന്തി. അപ്പോൾ ഞാനിവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതേ ഞാനിവിടെ കുറച്ച് കോൺഫ്ലവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചൂടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ. ഇതേപ്പോൾ ഇത് നന്നായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിനൊന്ന് ഓഫാക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല കട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത്, കണ്ടില്ലേ? ഈ ഒരു കട്ടിയിലാണ് ഇരിക്കുന്നത്. ചൂടാറിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും കട്ടിയാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇനി ഇതിനൊന്ന് തീ ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷമുള്ള ഒരു പരുവാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഗാർലിക്കാണ്. അത് ഞാനിതാ ഇവിടെ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാത്രം ഓയിൽ കേട്ടോ, 1 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ 1/4 സ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മാത്രം വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ശരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.